അപ്പോൾ ഞങ്ങളിന്ന് ഒരു സിനിമയ്ക്ക് പോവാണ്. എന്തുവായിരുന്നു പേര്? കളങ്കാവൽ. കളങ്കാവൽ എന്തുവാന്ന് അറിയത്തില്ല. കളങ്കാവൽ കളങ്കാവലോ തമിഴാണോ ഹിന്ദിയാണോ മലയാളമാണോ അറിയില്ല. പക്ഷെ കണ്ടിട്ട് വരാം. മമ്മൂട്ടിയുടെ സിനിമയില്. അതുകൊണ്ട് ഞാൻ പോന്നെ കേട്ടോ. ഞാനൊരു കട്ട മമ്മൂട്ടി ഫാനാണ്. അതുപോലെ തന്നെ ഇവര് ഏത് ഫാനാ? ഇവര് ലാലേട്ടൻ ഫാനാണ്. ഓക്കെ, അപ്പം കളങ്കാവലിന്റെ വിശേഷങ്ങളുമായെത്താം. ഓക്കെ, ബായ്. അങ്ങനെ സിനിമ കാണാനുള്ള യാത്ര ആയിരുന്നു. ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വലിയ പ്രസാദ് തിയേറ്ററിലാണ് ഹൈദരാബാദിലെ. അപ്പോൾ അവിടെ ചെന്നു. ഞങ്ങൾ ചെറിയ അവിടെ സ്നാക്സ് ബാറിലൊക്കെ കയറി സ്നാക്സൊക്കെ കഴിച്ചു. ഒരു കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ചു. പിന്നെ ഇപ്പോൾ ഈ പറയുന്നത് സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. കളങ്കാവൽ നമുക്കെല്ലാം ഒരു പക്ഷേ അറിയാവുന്ന വളരെ പ്രമാദമായ ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ചും നായകനും പ്രതിനായകനും മമ്മൂട്ടിയും വിനായകനും അവതരിപ്പിക്കുന്ന വേഷങ്ങൾ ശ്രദ്ധേയമാണ്. ചിത്രത്തിൻ്റെ പുതിയ സംവിധായകൻ എന്ന നിലയിൽ ചിത്രം നല്ല രീതിയിൽ തന്നെ മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതിൻ്റെ ഇത്രയുമല്ല, ഇതിൽ പരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഇത് മോശമാണെന്ന് അതിനർത്ഥമില്ല. പക്ഷേ ഈ കഥ പറയുന്നത് ഏകദേശം കുറച്ചുകൂടി മറ്റേ യഥാർത്ഥ കഥയുമായി സാമ്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുമ്മ് കിട്ടിയേനെ. കാരണം അത്ര വിവാദമായൊരു കേസാണ്. ആ കേസിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ റിവ്യൂസൊക്കെ ഒന്ന് കണ്ടിട്ട് വന്ന് ഇത് കണ്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഓക്കെ.